അനുദിന വിശുദ്ധർ ജനുവരി 25 വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം. വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള 3 വിവരണങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 9-ാം അധ്യായം 1 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളും 22-ാം അധ്യായം 3 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങളും 26-ാം അധ്യായം 9 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങളുമാണത്. സിലിസിയയിലെ ടർസസിലാണ് വിശുദ്ധ പൗലോസ് ജനിച്ചത്. സാവൂൾ എന്നായിരുന്നു വിശുദ്ധൻ്റെ ശരിയായ നാമം. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജൂതവംശജരായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ. ജനനം കൊണ്ട് വിശുദ്ധൻ ഒരു റോമൻ പൗരനായിരുന്നു. ആദ്യ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിനെയും ഒരു വൃദ്ധനായ മനുഷ്യനെയും കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ വിശുദ്ധനും പങ്കാളിയായിരുന്നു. ഏതാണ്ട് 63-ൽ ഫിലമോന് ലേഖനമെഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധൻ വൃദ്ധനായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തു വർഷത്തിൻ്റെ തുടക്കത്തിലായിരിക്കണം വിശുദ്ധൻ ജനിച്ചിരിക്കുക. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനായി വിശുദ്ധൻ ജെറൂസലേമിലേക്ക് പോയി. അവിടെ അദ്ദേഹം പണ്ഡിതനായ ഗമാലിയേലിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. കഠിനമായ പൈതൃക നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു വിശുദ്ധന് അവിടെ ലഭിച്ചിരുന്നത്. വ്യാഖ്യാനശാഖയിൽ അപാരമായ പാണ്ഡിത്യം നേടിയ വിശുദ്ധന് തർക്കശാസ്ത്രത്തിലും നല്ല പരിശീലനം സിദ്ധിച്ചിരുന്നു. പലസ്തീനായിൽ യേശുവിൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിശുദ്ധൻ തീക്ഷ്ണതയും ആവേശവുമുള്ള ഒരു ഫരിസേയനായിട്ടാണ് ടാർസസിൽ തിരിച്ചെത്തിയത്. നമ്മുടെ രക്ഷകൻ്റെ മരണത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം വിശുദ്ധ പൗലോസ് പലസ്തീനായിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ തീവ്രമായ മതബോധ്യവും അടങ്ങാത്ത ആവേശവും അപ്പോൾ ശൈശവാവസ്ഥയിലുള്ള ക്രിസ്തീയ സഭയ്ക്കെതിരായുള്ള ഒരു മതഭ്രാന്തായി രൂപം പ്രാപിച്ചു. ഇത് വിശുദ്ധ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിലും അതേ തുടർന്നുണ്ടായ ക്രിസ്ത്യാനികൾക്കെതിരായ മതപീഡനത്തിൽ പങ്കാളിയാവുന്നതിനും വിശുദ്ധനെ പ്രേരിപ്പിച്ചു. മുഖ്യ പുരോഹിതൻ്റെ ഔദ്യോഗിക ദൗത്യവുമായി വിശുദ്ധൻ ഡമാസ്കസിലേക്ക് തിരിച്ചു. അവിടെയുള്ള ക്രിസ്ത്യാനികളെ ബന്ധിതരാക്കി ജെറൂസലേമിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ദൗത്യം. ഒരു ഉച്ചയോടടുത്ത് ഡമാസ്കസ് അടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്തു നിന്നും ഒരു വലിയ തിളക്കമാർന്ന പ്രകാശവലയം അദ്ദേഹത്തിന് ചുറ്റും മിന്നി. യേശു തൻ്റെ മഹത്വമാർന്ന തിരുശരീരത്തോടുകൂടി അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും വിശുദ്ധൻ വ്യക്തമായി വിജയിച്ചുകൊണ്ടിരുന്ന മതപീഡന ദൗത്യത്തിൽ നിന്നും പിന്തിരിയുവാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസിൻ്റെ ആത്മാവ് പെട്ടെന്നുള്ളൊരു പരിവർത്തനത്തിന് വിധേയമാവുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും സാവൂൾ എന്ന തൻ്റെ നാമത്തിന് പകരം പൗലോസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ചു, വിശ്വാസം പ്രചരിപ്പിച്ചു. ഏതാണ്ട് 65 AD റോമിൽ വെച്ച് ഒരു അപ്പസ്തോലനായി രക്തസാക്ഷിത്വ മകുടം ചൂടി.